അസ്സലാമലൈക്കും ഗൈസ്. ഇന്ന് രാവിലത്തെ ഒരു വ്ളോഗാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. കുട്ടീസിനെല്ലാം സ്കൂളിൽ പോകുമ്പോഴുള്ള ഒരു ലഞ്ച് ബോക്സ് തയ്യാറാക്കൽ. ആദ്യം ഞാൻ ചോറിനാണ് വെള്ളം വെച്ചത്. ഇന്ന് പുട്ടും ചെറുപയർ കറിയുമാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. ശരിക്കും രാവിലെ ഒന്നും വ്ളോഗ് എടുക്കാനുള്ള ഒരു ടൈമൊന്നും ഇല്ല, എന്നാലും ഇന്ന് ഞാനൊരു വ്ളോഗ് എടുത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എന്റെ വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി ഇട്ടു. എന്റെ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് വറവ് ചെയ്യണം. കടുക്, കറിവേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി എന്നിവ ഇട്ട് നന്നായി ഇതൊന്ന് വറവ് ചെയ്താൽ നമ്മുടെ നല്ല അടിപൊളി ചെറുപയറുകടി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പുട്ടും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ചൂടുള്ള പുട്ടാണ് കേട്ടോ. ഇന്ന് ലഞ്ചിനുള്ള കറി ദാൽ കറിയാണ്, നമ്മുടെ പരിപ്പ് കറി. ഇതാണ് നമ്മൾ അടിപൊളി പരിപ്പ് കറി. കായവും ഉണക്കമുളകും എല്ലാം ഇട്ടും കണ്ട് അടിപൊളിയാക്കി വെച്ചൊരു ദാൽ കറിയാണ് കേട്ടോ. ഇനി ക്യാരറ്റ് ഉപ്പേരിയാണ്. സവാള, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല, ഉപ്പ് എന്നിവ ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. സവാള, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തുകൊണ്ട് ഫ്രൈ പാനിലേക്ക് ഒഴിച്ച് നല്ലൊരു ഓംലെറ്റ് ആക്കി എടുക്കാം. ഇതോടൊപ്പം തന്നെ ഞാൻ ചമ്മന്തിയും ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ചമ്മന്തിയുടെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാ കേട്ടോ. അപ്പോൾ കുട്ടീസിനുള്ള ടിഫിൻ ബോക്സ് ആണ്. നല്ല ചോറാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഉപ്പേരി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ നമ്മുടെ ചമ്മന്തി, തേങ്ങ, ഉണക്കമുളക്, പുളി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില എന്നിവ മിക്സ് ചെയ്ത് ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ. ആ പുളിയെല്ലാം കൂടി വരുന്ന സമയത്ത് സൂപ്പറാണ്. അതിൻ്റെ കൂടെ നമ്മുടെ ഓംലെറ്റും കൂടി വെച്ച് കൊടുത്താൽ നമ്മുടെ ടിഫിൻ ബോക്സ് റെഡി ആയിട്ടുണ്ട്. ലഞ്ചിന് കോഴിമുട്ട അവർക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാൻ ഉരുളക്കിഴങ്ങ് പൊരിച്ചതോ, ചേന പൊരിച്ചതോ, സോയാബീൻ പൊരിച്ചതോ അങ്ങനെയാണ് കൂടുതലും കൊടുത്തയക്കാറ്. ഓരോരോ ദിവസം ഓരോരോ ഐറ്റംസ്. ഇനി നമ്മുടെ ദാല് കറി ഒന്ന് നമ്മുടെ കറിപ്പാത്രത്തിലേക്ക് മാറ്റാം. മക്കൾസിന് ഒരുപാട് കറിയുടെ ആവശ്യമില്ല, എന്നാലും കറി കുറച്ചൊന്ന് കാണണം. അടുത്ത നമുക്ക് സ്നാക്സ് റെഡിയാക്കാം. 2 പേർക്കാണ് ഞാൻ സ്നാക്സ് തയ്യാറാക്കുന്നത്. മൂത്ത ആള് സ്നാക്സ് കൊണ്ടുപോകില്ല. അപ്പൊ ഇന്ന് സ്നാക്സിനുള്ളത് ഒരു ചോക്ലേറ്റിന്റെ കേക്കാണ്. ചെറിയ 2 പീസാക്കി ഞാൻ അവരുടെ സ്നാക്സ് ബോക്സിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട്. സ്നാക്സും ഇതുപോലെ തന്നെ ഓരോരോ ദിവസം ഓരോ തരം വേണം. ഇന്ന് കൊണ്ടുപോയത് നാളെ വേണ്ടാന്ന് പറയും, നാളെ വേറെ എന്തെങ്കിലും മതി എന്ന് പറയും. നിങ്ങളെ മക്കളും ഇതുപോലെയാണോ? ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മുടെ 3 ലഞ്ച് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഞാൻ കിറ്റിലേക്ക് ആക്കി കൊടുത്തു. 2 പേര് കിറ്റിലാണ് കൊണ്ടുപോവുക, മോന് ബാഗിലാണ് കൊണ്ടുപോവുക. കറക്റ്റ് 7:30 മണിയാവുന്ന സമയത്ത് അവരുടെ ഓട്ടോ വരും. അപ്പൊ അവരുടെ ഓട്ടോ വന്ന് അവർ പോവുകയാണ്. അങ്ങനെ രാവിലത്തെ ഒരു യുദ്ധം കഴിഞ്ഞു. അവരെല്ലാം പോയി. ഇനിയാണ് ടാസ്ക്. ആ യുദ്ധം കഴിഞ്ഞ കിച്ചണിലേക്ക് പോയി നോക്കുന്ന സമയത്ത് എന്റെ അമ്മോ, ഇങ്ങനെയാണോ മോർണിംഗിലുള്ള നിങ്ങളുടെയും കിച്ചൺ? ഒന്ന് കമന്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.